ഈ ഭൂമിയിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഭൂമിയിലെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവയാണ്. ഇവിടെയുള്ള ഒന്നും നമ്മുടെ സ്വന്തമല്ല. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ നിന്നും പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാനും സാധിക്കാത്തത്. നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾക്ക് വേണ്ടിയുള്ള വഴക്കുകളും യുദ്ധങ്ങളുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കഴിഞ്ഞ് കയ്യിലേക്ക് വന്നാലോ ഇവയൊന്നും പോകുമ്പോഴൊട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. നിങ്ങൾ സ്വന്തമെന്ന് പറയുന്ന വീട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, ആഭരണങ്ങൾ, ഡ്രസ്സുകൾ എന്ന് വേണ്ട ഒന്നും നമ്മുടെ സ്വന്തമെന്ന് കരുതിയാലും ഒന്നും നമ്മുടെ സ്വന്തമല്ല. കൂടിയാൽ ഒരു 100 വർഷം നിങ്ങൾക്കത് ഉപയോഗിക്കാമായിരിക്കാം. അതിനുശേഷം അടുത്തയാൾക്ക് കൈമാറിയേ പറ്റൂ. ഈ ലോകത്തുള്ള എല്ലാ വഴക്കുകളും യുദ്ധങ്ങളും ഈ വാടക സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? നമ്മൾ ഭൂമിയിലെ വാടകക്കാർ മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകേണ്ടവർ. അപ്രതീക്ഷിതമായിട്ടാണ് നാം എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തിരിച്ചുപോക്കും. വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നൊന്നും ആർക്കും കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് മരണമാണ്. അതിലെ ഒരു ചെറിയ ഇടവേളയാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നാം അറിഞ്ഞും അറിയാതെയും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ദൂരം മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയൂ. ഉദാഹരണമായി നമ്മുടെ കാൽപാദങ്ങൾ സഞ്ചരിച്ചു പോകുന്ന വഴികൾ ഉപേക്ഷിച്ചിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. നിന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്തൊരു വഴക്കിന് മുൻപേ നീ ഓർക്കുക, നീ ഇവിടെ ഒരു വാടകക്കാരൻ മാത്രമാണ്. തുറക്കട്ടെ മനസ്സുകൾ.